ഹിന്ദു വിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികളിൽ ഒരാളാണ് പരമശിവൻ. ഇതനുസരിച്ച് മഹാദേവനും പാർവതിയും പ്രപഞ്ചത്തിൻ്റെ പിതാവായും മാതാവായും കണക്കാക്കപ്പെടുന്നു. വിശ്വാസം അനുസരിച്ച് പരമശിവൻ്റെ കുടുംബ ഫോട്ടോ വീട്ടിൽ തൂക്കിയാൽ പോസിറ്റീവ് എനർജി സംഭവിക്കും. കുടുംബം പോസിറ്റീവ് വൈബ് ആണ്. ഒരു കുടുംബം എങ്ങനെയാവണം എന്ന് ശിവകുടുംബം നമ്മളെ കാണിച്ചു തരുന്നു. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം ശിവകുടുംബമാണ്. ദേവന്റെ വാഹനം കാളയാണ്. ദേവിയുടെ എഴുത് സിംഹവും. ഒരാൾ മറ്റേ ഭക്ഷണം. ഒരാളുടെ വാഹനമാണ് മറ്റാളുടെ ഭക്ഷണം. ഉത്തരന്മാരിലാകട്ടെ മുനുവിൻ്റെ വാഹനം മയിലും ഗണപതിയുടെ വാഹനം വേലിയുമാണ്. എൻ്റെ കണ്ണാകമാണ് നാഗമാണ് മയിലിൻ്റെ ഭക്ഷണം. ത്തിൻ്റെ ഭക്ഷണം വേലിയും. എന്നിട്ട് ഇവരൊന്നിച്ച് ജീവിക്കുന്നു. ശിവകുടുംബം വൈവിധ്യമുള്ളതാണ്. ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും നിറകൂടം തെളിഞ്ഞു നിൽക്കുന്ന കുടുംബം. കുടുംബത്തിൻ്റെ ഐക്യം എടുത്തു കാണിക്കുന്ന ഈ ചിത്രം നമ്മുടെ വീടുകളിൽ തൂക്കിയാൽ നമുക്ക് പോസിറ്റീവ് എനർജി വരും. ഒരു ശിവ കുടുംബ ചിത്രമുള്ള നിങ്ങളുടെ തൊഴിൽപരം വ്യക്തിപരമായ ജീവിതത്തിൽ നല്ലതാണ്. ഭഗവാന്റെ കുടുംബത്തെ ചിത്രം വെച്ച് ആരാധിക്കുന്ന കുടുംബത്തിന് സമ്പൽ സമൃദ്ധി ആരോഗ്യം ഒക്കെ പ്രദാനം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നല്ല പോസിറ്റീവ് എനർജി അനുഭവപ്പെടും. ശിവകുടുംബ ചിത്രം നിങ്ങളുടെ പൂജാമുറിയിലോ വീടുകളിലോ വെച്ചാൽ തവണ ശിവ കുടുംബ വന്ദനം ശ്ലോകം ചൊല്ലി നമസ്കരിക്കണം. കോട്ട് ദർശനമായിട്ടുള്ള വീടുകളിൽ പ്രധാന വാതിൽ വടക്കോട്ടായതിനാൽ ചിത്രത്തിൽ വടക്കോട്ടായി ചിത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമസ്കരിക്കുക. മഹാദേവനെയും പാർവതിയെയും ഗണപതിയെയും മുരുകനെയും സ്മരിച്ചുകൊണ്ട് ഈ വന്ദന ശ്ലോകം ചൊല്ലുക. കുടുംബത്തിൽ ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകും. ജീവന ഐക്യത്തിന് വിശ്വാസം കൂടിയേ തീരും. ശിവൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിൽ കൂടിയേ തീരും. ശ്ലോകം ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ശ്ലോകം. നിങ്ങൾ 3 തവണ ഇത് കിടക്കാൻ നേരത്തും എണീക്കാതെ രാവിലെ എണീക്കുമ്പോഴും സന്ധ്യാസമയത്തും സന്ധ്യാവിളക്ക് വയ്ക്കുന്ന സമയത്തും പൂജമുറിയിൽ ഈ ശ്ലോകം ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സർവൈശ്വരി പ്രദാനം ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ദൈവികമായ അറിവിനെ ഈ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.